ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. പാപനിവാരണനേ, നിൻ പാപഭാരങ്ങളകറ്റിയോനേ. പാപനിവാരണനേ, നിൻ പാപഭാരങ്ങളകറ്റിയോനേ. വിധി തന്നിടമവനഖിലവുമെൻ പാപ മാലിന്യം കഴുകിടുവാൻ പുണ്യജീവനെ താരൻ കൈകളിലേൽപ്പിച്ച ത്യാഗമൂർത്തേ. പുണ്യജീവനെ താരൻ കൈകളിലേൽപ്പിച്ച ത്യാഗമൂർത്തേ. പാപനിവാരണനേ, നിൻ പാപഭാരങ്ങളകറ്റിയോനേ. വീണ്ടെടുപ്പേകിയല്ലോ എൻ ദേഹദേഹിയിൽ ആത്മാവിലും. വീണ്ടെടുപ്പേകിയല്ലോ എൻ ദേഹദേഹിയിൽ ആത്മാവിലും. ആത്മാവിനച്ചാരമവകാശമായി തന്ന മഹത്വത്തിൻ രാജരാജാ. വീണ്ടെടുപ്പു നാളോ വിദൂരമല്ലരനൊടിയിടയിൽ വരാം. വീണ്ടെടുപ്പു നാളോ വിദൂരമല്ലരനൊടിയിടയിൽ വരാം. പാപനിവാരണനേ, നിൻ പാപഭാരങ്ങളകറ്റിയോനേ. വാഗ്ദത്തം ശേഷിക്കുന്നേ, വീണ്ടും വന്നിടാമെന്നുരച്ച. വാഗ്ദത്തം ശേഷിക്കുന്നേ, വീണ്ടും വന്നിടാമെന്നുരച്ച. വരവിൽ ഞാൻ ആർപ്പോട് നൃത്തം ചെയ്യും നവീതാനന്ദ സന്തോഷത്താൽ. കാത്തു പാർത്തിടുന്നാഗമമെന്നെ സ്വാഗതം ചെയ്തിടാനായി. കാത്തു പാർത്തിടുന്നാഗമമെന്നെ സ്വാഗതം ചെയ്തിടാനായി. പാപനിവാരണനേ, നിൻ പാപഭാരങ്ങളകറ്റിയോനേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ദൈവത്തിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച വിശ്വാസ വീരന്മാർ, അതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. നല്ലവനായ ഹൃദയങ്ങൾ അറിയുന്ന
തേജോമയനായ ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ച വിശ്വാസ വീരന്മാർ. അവരെക്കുറിച്ച് എന്തെല്ലാമാണ് ദൈവം പരിശുദ്ധാത്മാവ് സാക്ഷിച്ചിരിക്കുന്നത്? ദി ടെസ്റ്റിമണി വേർഡ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വം. ഒന്നാമതായി സാക്ഷ്യം ലഭിച്ച ദൈവദാസനെ കുറിച്ച് നാം ധ്യാനിക്കുന്ന ഇയ്യോബിൻ്റെ കാര്യമാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യവും 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യവും നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഇയ്യോബിനെ കുറിച്ച് പറയുന്നത് നാം ഞെട്ടലോടെ കേൾക്കുകയാണ്. ഭൂമിയിൽ മറ്റാരുമില്ലാത്ത വിധത്തിൽ ദൈവത്തിന് എടുത്തു പറയുവാൻ തക്കവണ്ണം ചില സ്വഭാവ മേന്മകൾ ഇയ്യോബിന് ഉണ്ടായിരുന്നു. 4 കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട് അകന്നവൻ. There is none like him in the earth. ഇയ്യോബിനെ പോലെ ഭൂമിയിൽ ആരുമില്ല എന്ന് ഒരു മനുഷ്യനോ വീട്ടിലുള്ളവരോ അല്ല പറഞ്ഞത്. എല്ലാം അറിയുന്ന ദൈവമാണ്. ബ്ലെയിംലെസ് മാൻ, ആൻ അപ്രൈറ്റ് മാൻ, one who reverently fears God and who shuns from evil, abstains from evil. എന്തുമാത്രം അനുകരണീയമായ മാതൃകയാണ് നമുക്ക് ഈ ദൈവഭക്തനിൽ കാണുന്നത്. നിഷ്കളങ്കനാണ്. ദൈവമക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും എത്ര പ്രാവശ്യം ഇത് വായിച്ചിട്ടുണ്ട്? ദൈവത്തിന് മതിയാകുന്നില്ല. എടുത്തു പറയുകയാണ് 2-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം വായിച്ച്. എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും. സാത്താനോട് ചോദിക്കുകയാണ്. അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെയുള്ളവരെയാണ് സാത്താൻ ലക്ഷ്യം വയ്ക്കുന്നത്. തുടക്കത്തിൽ തന്നെ എന്താണ് യഹോവയായ ദൈവം പറയുന്നത്? 1-ാം അധ്യായം എടുത്ത് 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ദൈവത്തിന് മതിയാകുന്നില്ല. നാമും ഒരു ദേശത്ത് ജീവിക്കുന്നവരല്ലേ? ഞാനും അല്പം ലജ്ജാഭാരത്തോടെ എന്നിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മെക്കുറിച്ചുള്ളതായ മറ്റുള്ളവരുടെ സാക്ഷ്യം എന്താണ്? ദൈവത്തിൻ്റെ സാക്ഷ്യം എന്താണ്? അവൻ നിഷ്കളങ്കനാണ് കേട്ടോ. അവൻ നേരുള്ളവനാണ് കേട്ടോ. അവൻ ദൈവത്തെ ഭയപ്പെടുന്നു, ദൈവം എല്ലാം കാണുന്നു എന്നുള്ള ദൈവഭയമുള്ളവനാണ് കേട്ടോ. മനസ്സറിഞ്ഞൊരു പാപത്തിലേക്ക് പോകാതെ, വൺ ഹൂ കീപ്സ് ഹിംസെൽഫ് എവേ ഫ്രം എവറിത്തിങ് ദറ്റ് ലുക്സ് ലൈക്ക് സിൻ. പാവമെന്ന് തോന്നുന്ന സകലത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു വ്യക്തി. ദൈവമക്കളെ, എന്തിനാണ് കൂട്ടായ്മ? എന്തിനാണ് ആരാധനകൾ? എന്തിനാണ് ദൈവാലയത്തിലെ ശുശ്രൂഷകൾ? മനുഷ്യനെ ഈ ഒരു ദൈവീകമായ സൽസ്വഭാവങ്ങളിലേക്ക് വളർത്തിക്കൊണ്ടുവരാനാണ്. ഏറ്റവും ഉപരിയായിട്ട് നമുക്ക് ആവശ്യമായിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളികളായി തീരുക എന്നുള്ളതാണ്. അതിന് വേറെ കുറുക്ക് വഴിയൊന്നുമില്ല. പ്രകൃതിയാ ഞാനൊരു കരിക്കട്ടയാണ്. നീതിമാനായിട്ട് ആരുമില്ല, ഞാനുമില്ല, നിങ്ങളിലും ആരുമില്ല. എന്നാൽ തീയാകുന്ന കർത്താവായി യേശുക്രിസ്തുവുമായി പിരിയാത്ത ബന്ധം സ്ഥാപിക്കുമ്പോൾ ആ തീക്കട്ട എൻ്റെ അന്തരംഗത്തേക്ക് ഞാൻ സ്വീകരിച്ച് അകത്ത് കത്തി ജ്വലിക്കുമ്പോൾ ആ തീ എൻ്റെ സിരകളിൽ കൂടി ഒഴുകും. എൻ്റെ ശരീരത്തിലും ഹൃദയത്തിലും അത് വ്യാപരിക്കും. എൻ്റെ ആത്മശരീര മനസ്സുകൾ ജ്വലിച്ച് പ്രകാശിക്കും. ഇയ്യോബ് സമ്പന്നനായിരുന്നു. സകല പൂർവ്വദിക്വാസികളിലും വെച്ച് അവൻ മഹാനായിരുന്നു.
അങ്ങനെ എല്ലാം കൊണ്ടും അനേക സൽസ്വഭാവങ്ങൾ വിളങ്ങി നിൽക്കുന്ന ഒരു ദൈവദാസനെ വെറുതെ വിടുവാൻ സാത്താൻ സമ്മതിച്ചില്ല. ദൈവമക്കളെപ്പോഴും ഓർത്തുകൊള്ളണം, ജീവിതം കറപറ്റാതെ വിശുദ്ധിയോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉള്ളത്തിൽ ആഗ്രഹിച്ച് കൃപയിൽ ചരണപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ദൈവമക്കളെ വീഴ്ത്തുവാൻ വേണ്ടി സകല ശക്തിയും സമാഹരിച്ചുകൊണ്ട് അലർന്ന സിംഹം പോലെ ഓടിവരുന്ന ഒരു സാത്താനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. അവൻ്റെ മേലാണ് ദൃഷ്ടി വെച്ചത്. ദൈവത്തിന് സ്തോത്രം. അതിന് ദൈവം അനുവദിക്കുകയും ചെയ്തു. അതെന്താണത്? വൈ ബാഡ് തിങ്സ് ടു ഗുഡ് പീപ്പിൾ? അതൊരു വലിയ വിഷയമാണ്. കാരണം തീരൂതിക്കഴിച്ച പൊന്നു പോലെ, കീടം അല്പം പോലും ഇല്ലാതെ, യാതൊരു കുറവുമില്ലാതെ ജ്വലിച്ച് പ്രകാശിക്കുന്ന ദിവ്യ സ്വഭാവമുള്ളൊരു ദൈവൈതലാക്കി പൂർണ്ണതയിലേക്ക് നയിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഒരു പാപവും ഇയ്യോബ് ചെയ്യാതെ ജീവിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. നല്ല വിശ്വാസവും നല്ല ഭാവി പ്രത്യാശയും ഉണ്ടായിരുന്നു. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അതാണ് വിശ്വാസം. ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും പോരാട്ടങ്ങളും തീച്ചുകൊള്ളുന്ന അനുഭവങ്ങളും ഒരടി മുന്നോട്ട് വയ്ക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ തടസ്സങ്ങളും ഞെരുക്കങ്ങളും വരുമ്പോൾ വിശ്വാസ വീരന്മാർ പലരും തളരുന്നുണ്ട്. എന്നാൽ ഇയ്യോബ് വളരെ പ്രത്യാശയോടെ, സ്നേഹം മാത്രമായിരിക്കും ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇത്രമാത്രം വലിയ ശോധന വന്നാലും ഞാൻ തളർന്ന് കത്തി ചാമ്പലായി പോകാതെ ജയാളിയായി മുന്നോട്ട് വരും. നല്ല പ്രത്യാശയാണ്. ഇവിടെ എന്നതെല്ലാം കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നിത്യത ഞാൻ ദൈവസന്നിധിയിൽ ശോഭിക്കുമെന്നുള്ളതായ പ്രത്യാശ. വായിച്ചേ 19-ാം അധ്യായം ഇയ്യോബ് 19-26 വായിച്ചേ. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം, എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. 27-ാമത്തെ വാക്യം. ഞാൻ തന്നെ അവനെ കാണും, ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്തെല്ലാം പീഡകളും വേദനകളും മനുഷ്യന് വഹിക്കാൻ വയ്യാത്ത വിധത്തിലുള്ളതായ എന്ന് തോന്നുന്ന ചില വേർപാടുകളും എല്ലാം ഇയ്യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചില്ലേ? മക്കളെല്ലാവരും വിട്ടുപോയില്ലേ? ത്വക്ക് മുഴുവൻ വ്രണം പിടിച്ച് ചീഞ്ഞു നാറിയ ഒരു സ്ഥിതിയിലേക്ക് വന്നില്ലേ? ഭാര്യ ദുർഗന്ധം വമിക്കുന്നതായ ഈ വ്യക്തിയിൽ നിന്ന് അകന്നു പോയില്ലേ? കൂട്ടായ്മക്കാർ മൗനം പാലിച്ചില്ലേ? മിണ്ടേണ്ടവർ മിണ്ടിയില്ല, മിണ്ടിയവരോ അരുതാത്തതെല്ലാം പറഞ്ഞു, പറയരുതാത്ത പറഞ്ഞു, പറയേണ്ടത് പറയാതിരിക്കുന്നവരും. ദൈവമക്കളെ, എല്ലാവരും കൈവിട്ടല്ലോ എന്ന് തോന്നി. പക്ഷേ ഇയ്യോബ് ഒരിക്കലും തളർന്നില്ല. എന്തിനാണ് ദൈവം ഇത് അനുവദിച്ചത്? വളരെ വ്യക്തമായൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇത്രമാത്രം ദൈവത്തിനെ ആശ്രയിച്ച് ദൈവഭയത്തിൽ വിശുദ്ധിയോടെ ജീവിച്ച ദൈവത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇത്രമാത്രം കഠിന ചോദനകൾ കടത്തിവിടുവാൻ തക്കവണ്ണം സാത്താന് ദൈവം അനുവദിച്ചതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? പൂർണ്ണതയിലേക്ക് നയിക്കണം. അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാവുന്നു. കഷ്ടതയിൽ തികഞ്ഞവനാണ് കർത്താവായ യേശുക്രിസ്തു. ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയിൽ കുറവായുള്ളത് ഞാൻ എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു. ഹല്ലേലൂയ! എന്തു വലിയൊരു കാഴ്ചപ്പാട്! പൗലോസ്ലീഹയും ഇതുപോലുള്ള കഷ്ടതകൾ സഹിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. വാസ്തവത്തിൽ എന്ത് ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇയ്യോബ് അനുഭവിക്കേണ്ടി വന്നത്? വായിച്ചേ 32-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. 32-ന്റെ ജഡത്തിൽ ഒരു പാപം ചെയ്യാൻ ഒരു അന്യ സ്ത്രീയെ മോഹത്തോടെ നോക്കുവാൻ വേണ്ടിയിട്ട് ഇയ്യോബ് കണ്ണു വിട്ടു കൊടുത്തിട്ടില്ല. പുതപ്പില്ലാത്തവന് പുതപ്പ് കൊടുക്കാതെ സുഖമായി ഇദ്ദേഹം ജീവിച്ചില്ല. പട്ടിണി കിടക്കുന്നവർ കണ്ടിട്ട് മൃഷ്ടാന്ന ഭോജനം കഴിച്ച് സുഖിച്ച് പൊളച്ച് ജീവിക്കാമെന്ന് ഇയ്യോബ് വിചാരിച്ചില്ല. എല്ലാവരെയും കരുതി എല്ലാവർക്കും വേണ്ടി ചെയ്യാവുന്നിടത്തോളം സഹായങ്ങളെല്ലാം ചെയ്തു. പക്ഷെ ജീവിതത്തിൽ ഒരു അപകട സ്വഭാവമുണ്ടായിരുന്നു. എന്താണ്? അങ്ങനെ ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നി. വലിയൊരു അപകടമായി പോയി അത്. ദൈവമക്കളെ, അവകാശവാദം ഉയർത്തുവാൻ തക്കവണ്ണമുള്ള എല്ലാ കാര്യങ്ങളും ഇയ്യോബിന്റെ ജീവിതത്തിലുണ്ട്. തനിക്ക് തന്നെ നീതിമാനായി തോന്നി. എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഒരുത്തൻ അത്രേ നീതിമാൻ.
പാപമില്ലാത്ത കർത്താവായ യേശു ക്രിസ്തു മാത്രം. അവനാണ് നീതിമാനും, അവനാണ് നീതീകരിക്കുന്നവനും. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഗുരുതരമായിരിക്കുന്ന ഒരു അപകടമാണ് സ്വയം നീതീകരണം. ഓൾമോസ്റ്റ് ഓൾ റൈറ്റ്, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നാണ്. സ്വർഗത്തിൻ്റെ വാതിൽ അടഞ്ഞിരിക്കും, പക്ഷെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ആ കുറവും കൂടി പരിഹരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെ, ഈ കഷ്ടതകളും പ്രയാസങ്ങളും ശരീരത്തിലും എല്ലാ രംഗത്തു നിന്നും അനുഭവിക്കേണ്ടി വന്നു. തീച്ചുകളുടെ അനുഭവത്തിലൂടെ കടന്നുപോയി. അവൻ്റെ സ്വയത്തെ തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. 42-ാം അധ്യായം എടുത്ത് 42-ാം അധ്യായം, ദൈവത്തിന് സ്തോത്രം. അവസാനം ഈ കഷ്ടതകളുടെ തീച്ചുളയിൽ വേദന അനുഭവിക്കുന്ന ആ ദൈവദാസൻ എന്തു പറഞ്ഞു? അവസാനം സ്വയം ശോധന ചെയ്തിട്ട് വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു. വായിച്ചു. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. തേജോമയനായ ദൈവമേ, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ എന്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ നല്ലവനാണ്, ഒത്തിരി പൊങ്ങച്ചം എനിക്ക് അവകാശപ്പെടാനുണ്ടായിരുന്നു, ഞാൻ കേമനാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ എന്നെ തന്നെ അങ്ങ് വെറുക്കുകയാണ്. ഓ ദൈവത്തിന് സ്തോത്രം. പൗലോസ്ലീഹ പറഞ്ഞാൽ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഓ റെച്ചഡ് മാൻ ദാറ്റ് ഐ ആം. ദൈവമക്കളെ, നമുക്കൊന്ന് താഴാം, നമുക്കൊന്ന് തകരാം. ഞാൻ എത്തേണ്ടതായ സ്ഥലം എന്താണ്? ഞാൻ ആരുടെ മണവാട്ടിയാണ്? ഇപ്പോൾ എൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥ എന്താണ്? ഞാൻ എന്ന് പറയുന്ന അഹങ്കാരിയായിരിക്കുന്ന ഒരു വ്യക്തി തലപൊക്കി നിൽക്കുന്നു. മാലാഖയെ പിശാചാക്കി മാറ്റുന്നതായ ഞാൻ ഭാവം, ദൈവത്തിന് സ്തോത്രം, അത് ദൈവത്തിൻ്റെ സ്നേഹം വ്യാപരിച്ചുകൊണ്ട് കഷ്ടതയിലൂടെ അവനെ ശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ നടത്തി. അതാണ് സ്നേഹത്തിൻ്റെ പരമോന്നതമായിരിക്കുന്ന പ്രവർത്തനം. എന്ത് ഫലമായി? ഈ ഒരു കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടക്കേണ്ടി വന്നുകൊണ്ട് ആത്യന്തികമായിരിക്കുന്ന ഫലം എന്താണ്? 42-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. യഹോവ ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അടുത്ത വാക്യം. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി ദൈവം നിർവടിയായി തിരികെ കൊടുത്തു. വായിക്കാം. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൽക്കാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവം ജീവിക്കുന്നു. അവൻ മുഴുവൻ സ്നേഹമാണ്, അവൻ മുഴുവൻ മധുരമാണ്, അവൻ മുഴുവൻ കരുണയാണ്. ഈ വാർദ്ധക്യത്തിൽ ഇത് അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നെ ഞാനാക്കി മാറ്റിയത് ജീവിതത്തിൻ്റെ ചില വേദനകളാണ്. അനേക പാഠങ്ങൾ പഠിച്ചത് കണ്ണുനീരിൽ നിന്നാണ്. ദൈവമക്കളെ, അതുകൊണ്ട് ഇന്ന് ഇയ്യോബിനെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ ജീവിതത്തിൻ്റെ തീച്ചുകളുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. അത് നിന്നെ പൊന്നാക്കാൻ വേണ്ടിയിട്ടാണ്, വിശുദ്ധീകരണം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അവസാനം സാക്ഷിച്ചു. ദൈവം സ്വർഗവാതിൽ അവന് വേണ്ടി തുറന്നു. അവന് സകല നന്മകളും അനുഗ്രഹങ്ങളും ഭൂമിയിൽ വെച്ച് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തത് ആർക്കാണ് സാക്ഷ്യം ലഭിച്ചത്? എബ്രായർ 11:4. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിന്റേതിലും ഉത്തമമായി യാഗം കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. അടുത്ത ഏതാണ് ദൈവമക്കളെ? ഹാബേലാണ്. എന്താണ് സാക്ഷ്യം? അടുത്ത വാക്യം വായിച്ചേ. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമല്ലേ സാക്ഷിക്കുന്നത്, നീതീകരിക്കുന്നതിനല്ലേ സാക്ഷിക്കുന്നത്. ഹാബേൽ ദി റൈറ്റിയസ് മാൻ. ആരാണ് ദൈവമക്കളെ സാക്ഷിക്കുന്നത്? ആരാധനയാൽ ദൈവം പ്രസാദിച്ച ആദ്യത്തെ വ്യക്തി. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയതായ വ്യക്തി. മാതാപിതാക്കന്മാരിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച വ്യക്തി. ദൈവമക്കളെ, ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. വലിയൊരു മർമ്മമാണത്. എൻ്റേതായ ആത്മീയ ശുശ്രൂഷകളിൽ പോലും ദൈവം പ്രസാദിക്കണമെങ്കിൽ, ദാനധർമ്മങ്ങളിൽ പോലും ദൈവം പ്രസാദിക്കണമെങ്കിൽ, ദൈവമക്കളെ, ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കണം. നിങ്ങളുടെ ജീവിതം അങ്ങനെയാണോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ ഹാബേൽ രക്തം ഇന്നും ഗുണകരമായി സംസാരിക്കുന്നു എന്നാണ് എബ്രായർ 12:24 പറയുന്നത്. ഒരു സംസാരിക്കുന്ന രക്തം.
ലോക ചരിത്രത്തിലെ ആദ്യ വിശ്വാസി എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ബൈബിളിലെ ഒരു ആദ്യത്തെ പ്രവാചകനല്ലേ വാസ്തവത്തിൽ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളുടെ അടിസ്ഥാനം എന്താണ്? നീതീകരണം പ്രാപിച്ചു. മനുഷ്യനാരും നീതിമാനല്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നീതീകരണം വിശ്വാസത്താലാണ്. റോമർക്ക് ലേഖനം എടുത്ത് അതിൻ്റെ 3-ാം അധ്യായം, റോമർക്ക് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23 വാക്യങ്ങൾ വളരെ വ്യക്തമായി ദൈവമക്കൾ ഈ ഒരു സാക്ഷ്യം പ്രാപിച്ചിരിക്കണം. നീതിമാൻ ആരുമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. 23 വായിച്ചു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് തീർന്നു. ദൈവം വായിച്ചു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം, അവന്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ, കർത്താവായ യേശു ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. കാൽവറിയിലെ യാഗത്താലുള്ള നീതീകരണം. സ്വയം നീതി ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ ആർക്കുമില്ല. ഒരു വ്യക്തിക്കും നീതിമാനെന്ന് അവകാശപ്പെടാൻ സാധ്യമാകിയില്ല. സഹോദരന്മാരെ, നിങ്ങളുടെ അന്തരംഗത്തിലേക്കൊന്ന് നോക്കാമോ? എനിക്ക് വെള്ളവസ്ത്രം ധരിക്കാം, ഇതുപോലെ വേദപുസ്തകത്തിൻ്റെ താളുകൾ മറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ ഘോഷിക്കാം, ശരിയാണ്. പക്ഷേ എൻ്റെ അകത്തൊരു മനുഷ്യനില്ലേ? പൗലോസ് ഒരു മർമ്മം പറയുന്നുണ്ട്. പുറമേയുള്ള മനുഷ്യനുമുണ്ട്, അകമേയുള്ള മനുഷ്യനുമുണ്ട്. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. ഹല്ലേലൂയ. ഹാബേൽ എന്ന് പറയുന്ന വ്യക്തിയിൽ പ്രസാദിക്കണം. വ്യക്തിയിൽ പ്രസാദിക്കണമെങ്കിൽ കുഞ്ഞാടിൻ്റെ യാഗത്തിൽ ഒഴുകി വന്നതായ തങ്കച്ചോരകൾ കഴുകൾ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. കരിക്കട്ട തീക്കട്ടയായി മാറണം. കാൽവറിയിലെ പരമോന്നത കോടതി, പരമാധികാരമുള്ളതായ കോടതി ഡിക്ലെയർ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഹീ ഈസ് എ റൈറ്റിയസ് മാൻ. ഞാൻ മുഴുവൻ പാപിയാണ്, ഞാൻ മുഴുവൻ തെറ്റുകാരനാണ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ തെറ്റുകളെ മുഴുവൻ തൻ്റെ പരിശുദ്ധ ശരീരത്തിൽ ആവഹിച്ചെടുത്തുകൊണ്ട് ക്രൂശന്മേൽ കയറി. അവൻ്റെ അടിപ്പണരാൽ എനിക്ക് പാപമോചനം ഒഴുകി വന്നിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ആ കർത്താവായ യേശു ക്രിസ്തു എന്നെ നീതിമാനെന്ന് മുദ്രകുത്തി. ഈ ലോകത്തിലെ പരമോന്നത കോടതി തികച്ചും കുറ്റവാളിയായിരിക്കുന്ന എന്നെ നീതിമാനെന്ന് ഡിക്ലെയർ ചെയ്തു. ദൈവത്തിൻ്റെ സ്തോത്രം. ഐ ആം ഡിക്ലെയർഡ് നോട്ട് ഗിൽറ്റി ആസ് ഇഫ് ഐ ഹാവ് കമ്മിറ്റഡ് നോ സിൻസ് വാട്ട്സ് എവർ. പിന്നെ ആർക്ക് യഹോവ നീതീകരിച്ചാൽ, ദൈവം നീതീകരിച്ചാൽ ആർക്ക് എന്നെ കുറ്റം വിധിക്കാനായിട്ട് സാധിക്കും? നീതീകരിക്കുന്നതിന് ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷം ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുണ്ട്. ദൈവമക്കളെ, ഇന്ന് നീതിമാൻ എന്നുള്ള സാക്ഷ്യം ലഭിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളിവിടെ എഴുന്നേക്കാവുള്ളൂ. അതിന് എന്താണ് മാർഗം? അത് ആ മോചനം ഒഴുകി വരുന്ന കോടതിയിലേക്ക്, സകല പാപവും ശുദ്ധീകരിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ തങ്കച്ചോര വാർന്നലിക്കുന്നതായ ക്രൂശിൻ ചോട്ടിലേക്ക് നിങ്ങൾക്കൊന്ന് വരാമോ? ആ ക്രൂശിൽ ഒഴുകി വരുന്ന തങ്കച്ചോരി കഴുവാൻ സാധ്യമല്ലാത്ത ഏതെങ്കിലും ഒരു പാപം ചെയ്ത വ്യക്തി ഇവിടെയുണ്ടോ? ഹല്ലേലൂയ. ഞാനും വരികയാണ്. എനിക്ക് പാപമോചനം ആവശ്യമാണ്, എനിക്ക് നീതീകരണം ആവശ്യമാണ്. എൻ്റെ യാതൊരു നീതി പ്രവൃത്തികളും എന്നെ നീതീകരിക്കുകയില്ല. എൻ്റെ സകല നീതി പ്രവൃത്തികളും കറപുരണ്ട തുണി പോലെയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. എനിക്ക് സ്വയമായിട്ട് യാതൊരു നന്മയുമില്ല. അത് വളരെ പരിപൂർണമായി വ്യക്തമായി ഒന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചാൽ തിരിച്ചറിയാൻ സാധിക്കും. സഹോദരി സഹോദരന്മാർ, നിങ്ങളുടെ ചിന്തകൾ വിശുദ്ധമാണോ? നിങ്ങളുടെ സ്വപ്നങ്ങൾ വിശുദ്ധമാണോ? നിങ്ങളുടെ വികാരങ്ങൾ വിശുദ്ധമാണോ? ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥമായിരിക്കുന്ന രൂപാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? പച്ചവെള്ളം വീഞ്ഞായി മാറിയതുപോലെ, മാറായിലെ കയ്പുവെള്ളം മധുരമായി മാറിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു മാറ്റം വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഒരു സാക്ഷ്യം ലഭിക്കണ്ടേ? അത് ക്രൂശിൽ നിന്ന് മാത്രമേ നമുക്ക് പ്രാപിക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ പരമബലിയിൽ വിശ്വസിക്കുക, രക്തത്താലുള്ള കഴുകൽ പ്രാപിക്കുക. ആ ആത്മാവിൻ്റെ തീയാൽ നിങ്ങൾ കത്തി ജ്വലിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം. നീതിമാനെന്നായ സാക്ഷ്യം നിങ്ങൾക്ക് കിട്ടിയേ മതിയാകുകയുള്ളൂ. നന്ദിയോടെ സ്തോത്രം. 1 ഇയ്യോബ്, 2 ഹാബേൽ, 3 ദൈവമക്കളെ ഹാനോക്ക്. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായത്തിന്റെ വിശ്വാസത്താൽ ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു. അടുത്ത വാക്യം. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചവരുടെ പട്ടികകളാണ് നാം ധ്യാനിച്ചു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എത്ര മനോഹരമാണ് ആ സാക്ഷ്യം. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു.
ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം എടുത്ത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ വളരെ വിശദമായി ഹാനോക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെ 21 മുതൽ 24 വരെ. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഹനെ ജനിപ്പിച്ചു. മെഥൂശലേഹനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. കുടുംബമായി ദൈവത്തോടു കൂടെ നടന്നു. വായിച്ചോ? ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അതിന്റെ ഫലം എന്താണ്? ദൈവമക്കൾ, അടുത്ത വാക്യം. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ദൈവം അവനെ എടുത്തുകൊണ്ട് ആ സ്വർഗരാജ്യത്തിൽ ഇപ്പോൾ നിത്യതയുടെ സന്തോഷത്തോടെ വാഴുന്നു. മനോഹരമായ ഒരു രംഗമാണ് നാം ഇവിടെ കാണുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഇത് വെല്ലുവിളിയായി എടുക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ശക്തിയോടെ നിങ്ങളോട് ഇടപെട്ടെ. വക്രതയും കോട്ടമുള്ളതായ ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. എവരി എയർ ഈസ് സിൻ ടോക്സിക്. ദൈവത്തിന് സ്തോത്രം. എ സിൻ സാച്ചുറേറ്റഡ് വേൾഡ്. അതിൻ്റെ മധ്യത്തിൽ അനിന്ദരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി നിൽക്കാൻ നിങ്ങൾക്ക് വല്ല പരിപാടിയുണ്ടോ? ദൈവം പ്രസാദിക്കുന്ന ഒരു ആളത്വത്തിൻ്റെ ഉടമയായി മുന്നോട്ട് പോകണമെന്ന് വാശിയോടെ ഒരു തീരുമാനവും സമർപ്പണവും നിങ്ങൾക്കുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അതിന് കുടുംബ പ്രാരാബ്ധം, ആ കുഞ്ഞുങ്ങളെ നോക്കണ്ടേ, അതിനിടയ്ക്ക് രോഗമില്ലേ? ഇവിടെയും 300 സംവത്സരം, 1 വർഷമോ 2 വർഷമോ അല്ല, 300 വർഷക്കാലം കുടുംബസമേതം ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈനോക്ക് worked with God in this wicked world. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. With family and he pleased God. ദൈവമക്കളെ, ഇത് നിങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞാനും ഇതൊരു വെല്ലുവിളിയായി എടുക്കുകയാണ്. ഞാൻ വാർദ്ധക്യത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. ഇനി എത്ര കാലമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ജീവിതത്തിൽ ഒരു കൊതി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മക്കളായി, കൊച്ചുമക്കളായി, വിശാലമായിരിക്കുന്നൊരു കുടുംബമാണ്. നന്ദിയോടെ സ്തോത്രം. എന്നാൽ ദൈവം സുഗന്ധം മണക്കുന്നൊരു ജീവിതത്തിൻ്റെ ഉടമയായി തീരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ ഒരാഗ്രഹമേ ഉള്ളൂ. നിങ്ങൾ ആ ആഗ്രഹം നിവർത്തിച്ച് കിട്ടാൻ വേണ്ടി പ്രാർത്ഥനയിൽ എന്നെ സഹായിക്കണം. ദൈവമക്കളെ, വാസ്തവത്തിൽ ഉള്ളം പ്രസാദിക്കുന്നൊരു ദൈവത്തിലായി മാറണം. നമ്മളെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ മകൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ മകൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആത്യന്തികമായ നന്മ എന്താണ് ദൈവമക്കൾ? ഉള്ളം പ്രസാദിക്കുന്നൊരു ജീവിതം നയിച്ചാൽ. ഞാനത് പറയട്ടെ. ലൂക്കോസ് 12 എടുത്ത്, ലൂക്കോസ് 12-ന്റെ 31-32. അവന്റെ രാജ്യം അന്വേഷിപ്പിന്, അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടും. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ച് എന്ത് ചെയ്യും? രാജ്യം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും നന്നായിട്ട് മരിക്കണം. നിങ്ങളെല്ലാവരും പരമോന്നത നന്മയുടെ അവകാശികളായി മാറണം. അതെന്താണ്? സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി മാറണം. നന്ദിയോടെ സ്തോത്രം. അതിന് എന്ത് വേണം? ആളത്വം ദൈവം പ്രസാദിക്കുന്നതായിരിക്കണം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു കുടുംബമായി. പ്രാരാബ്ധങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. പക്ഷേ ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മൾ നയിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി സ്വർഗവാതിൽ തുറക്കും. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ അവസാനിപ്പിക്കാം. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം വായിച്ച്. 1, ഇയ്യോബ് ദൈവം പ്രസാദിച്ച മനുഷ്യനായിരുന്നു. ദൈവം സാക്ഷിച്ചു, നീതിമാനാണ്, നിഷ്കളങ്കനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ട് അകന്നവനാണ്. ഹാബേല് നീതിമാനാണ്, ദൈവത്തെ റൈറ്റിയസ് മാൻ. ഹാനോക്ക് ദൈവത്തെ കുടുംബമായി ജീവിച്ച് പ്രസാദിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ കാര്യം എന്നാണ്? സംഖ്യാപുസ്തകം 14-24. എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവം ഉള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്ത് ഞാൻ അവനെ എത്തിക്കും. ഹല്ലേലൂയ. ദൈവം എത്ര മനോഹരമാണ് ദൈവമക്കളെ. അവൻ വേറൊരു സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. കാലേബ് വേറൊരു സ്വഭാവമുള്ളവൻ. 2-ാമത്തെ കാര്യം എന്താണ്? ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് പറ്റിച്ചേർന്നിരുന്നവൻ. He was a different type of man and he obeyed me fully. ദൈവമക്കളെ, കൊതിയോടെ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ.
ദൈവത്തിന് സ്തോത്രം. ദൈവമേ, എനിക്ക് തികഞ്ഞ ഒരു വിശുദ്ധനായി മാറണം, എനിക്ക് വ്യത്യസ്തനായി മാറണം. കരിക്കട്ടയും തീക്കട്ടയും തമ്മിൽ ഒരു സ്വഭാവത്തിനും യോജിപ്പില്ലല്ലോ. എൻറ്റയർലി ഡിഫറെൻറ്റ്. കയ്പും മധുരവും പോലെ, ഇരുട്ടും വെളിച്ചവും പോലെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആക്കി തീർക്കാൻ കർത്താവിന് സാധ്യമല്ലേ? തീർച്ചയായിട്ടും അവൻ സർവശക്തനാണ്. ദൈവത്തിന് ശത്രുവായി ഓടിയതായ ശൗലിനെ പരിശുദ്ധ പൗലോസാക്കി മാറ്റിയില്ലേ? മഗ്ദലക്കാരി മറിയെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ സാക്ഷിയാക്കി എഴുന്നേൽപ്പിച്ചില്ലേ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കയ്പ് മധുരമായി മാറിയതായ അനുഭവം നിങ്ങൾക്കറിയാമല്ലോ. വലത്തുഭാഗത്തെ കള്ളൻ ഇപ്പോൾ സ്വർഗരാജ്യത്തിലല്ലേ നിത്യത കഴിക്കുന്നത്? അതിനുള്ള കാരണം എന്താണ്? ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചു. വേറൊരു സ്വഭാവം. അതിന് ഒറ്റ കാര്യം മാത്രമേ കാലേബിനെ കുറിച്ച് പറയുവാനായിട്ടുള്ളൂ. ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിച്ചു. കാലേബിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. ആ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചു. മറ്റുള്ളവരെല്ലാവരും അയ്യോ, അങ്ങോട്ട് ചെന്ന് ദേശം കനാൻ നമുക്ക് സ്വന്തമാക്കാൻ സാധ്യമല്ല, അവിടെ മല്ലന്മാരുണ്ട്, നമുക്ക് ജയിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. നമുക്ക് കഴിയും, യഹോവയാൽ കഴിയും. ദൈവമക്കളെ, ദൈവത്തിന് അസാധ്യമായത് യാതൊന്നുമില്ല. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ്വതും കഴിയുന്ന ദൈവത്തിൻ്റെ സർവ്വശക്തിയുടെ മുൻപിൽ മുഴങ്കാലം മടക്കിക്കൊണ്ട് നിങ്ങൾക്ക് അവൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് എന്താണ് പറയാനുള്ളത്? സർവശക്തനായിരിക്കും ദൈവമേ, നിൻ്റെ അത്ഭുതകരമായ ശക്തിയുടെ വ്യാപാരത്താൽ ഈ കരിക്കട്ടെ ഒന്ന് തീപിടിപ്പിക്കണമേ. എൻ്റെ കല്ലായുള്ള ഹൃദയത്തെ ഒന്ന് മാറ്റി ഒരു മാംസളമായ ഹൃദയമാക്കി തരണമേ. എൻ്റെ സ്വയത്തെ ഒന്ന് ഉടച്ചു തരണമേ. നരകയോഗ്യനായിരിക്കുന്ന എന്നെ കാൽവറിയിലെ ശക്തിയാൽ കഴുകി വിശുദ്ധീകരിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കി മാറ്റണമേ. എനിക്ക് വ്യത്യസ്തമായിരിക്കുന്ന ഒരു ഹൃദയം തരണമേ. എൻ്റെ പ്രകൃതി ഒന്ന് മാറ്റി തരണമേ. കയ്പ് സ്വഭാവമുള്ള എന്നെ മധുരമുള്ളവനാക്കി മാറ്റണമേ. അഹങ്കാരി വിനയമുള്ളവനാക്കി മാറ്റണമേ. ഇരുണ്ട പ്രകൃതിയുള്ള എന്നെ ദൈവത്തിന് സ്തോത്രം ജ്വലിക്കുന്നതായ അഗ്നിനാവുള്ളവനാക്കി മാറ്റണമേ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചോ ദൈവമക്കളെ? കർത്താവ് നമുക്ക് കൃപ തരും. കരുണ നിറഞ്ഞ ദൈവമേ, വാഴ്ത്തപ്പെട്ട പൊന്നു കർത്താവേ, നിൻ്റെ ഒരു ക്രൂശിൻ ചോട്ടിലേക്ക് അടിയങ്ങൾ വന്നിരിക്കുകയാണ്. ഞങ്ങളെ സമൂഹം ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. പഴയത് കഴിഞ്ഞു പോയി എന്നുള്ള അനുഭവത്തിൽ മുന്നോട്ട് പോകാനുള്ള കൃപ തരണമേ. രണ്ടാമത്തെ വരവെങ്കിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ അടിയങ്ങളെയും ചേർന്ന് നിർത്തണമെന്ന് യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ.